എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു. മൈ വിനിയാർഡ് ഈസ് വിത്ത് മീ. മുന്തിരിത്തോട്ടം എൻ്റേത്, എൻ്റെ കൈവശം ഇരിക്കുന്നു. ഇതാണ് ടൈറ്റിൽ. ഇത് സോങ് ഓഫ് സോങ്സിൻ്റെ 8:12 വാക്യമാണ് എടുത്തിരിക്കുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു മർമ്മം അല്ലെങ്കിൽ ദൂത് ഇതിനകത്തുണ്ട്. അത് പലർക്കും ഇത് പ്രയോജനപ്പെടും. കാരണം ജീവിതത്തിലെ ഭാരങ്ങൾ വരുമ്പം എവിടെ ഉത്തരം കിട്ടണമെന്നറിയാതെ വിഷമിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും. നമുക്കുള്ളതെല്ലാം നമ്മളിൽ നിന്ന് ചോർന്നു പോകുന്ന അവസ്ഥ, നഷ്ടപ്പെടുന്ന അവസ്ഥ. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഒന്നും അനുഭവിക്കാൻ ഒക്കുന്നില്ല. ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് മക്കൾ 2 ഉണ്ട്. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ല. അദ്ദേഹം പഠിക്കാനെന്നും പറഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ ഒരു വിവരവും ഇല്ല. എങ്ങനെയുണ്ട് ദൂരത്ത് പോയിരിക്കും. അവധിക്ക് ടിക്കറ്റ് എടുത്ത് വിട്ട് പിന്നെ ടിക്കറ്റ് വരുന്നില്ല, എനിക്ക് തിരിച്ചു പോകാൻ ഒക്കുന്നില്ല. ഇതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മുന്തിരിത്തോട്ടം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ. നമുക്ക് സോങ് ഓഫ് സോങ്സ് അല്ലെങ്കിൽ ഉത്തമഗീതത്തിലെ 8:12 എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു. എന്നാൽ അത് തന്നെ ഉത്തമഗീതത്തിൽ 1:6 വാക്യത്തിൽ അവസാനം ഇങ്ങനെ പറയുന്നു, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കയാലും ഞാൻ വെയിൽ കൊണ്ട് കറുത്തിരിക്കയാലും എന്നെ തുറിച്ച് നോക്കരുത്. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ചു, എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. ഇതാണ് ഉത്തമഗീതത്തിന് 1-ാം അധ്യായത്തിൽ ഇങ്ങനെ വരുന്നു. 8-ാം അധ്യായത്തിൽ പറയുന്നു, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കൈവശം ഇരിക്കുന്നു. വാട്ട് എ ഡിഫറൻസ്. ഇവള് കഴിവുള്ളവളാണ്, വെയിൽ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ആരുടെ മുന്തിരിത്തോട്ടം നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ആദ്യ ഭാഗത്ത് കാണുന്നത് സഹോദരന്മാർ അടിച്ച് ഇവളെ അവരുടെ തോട്ടം നോക്കാൻ. മുന്തിരിത്തോട്ടം അവരവർക്ക് എല്ലാവർക്കും ഒരു തോട്ടം തന്നിട്ടുണ്ട് ദൈവം. അവരവരുടെ മുന്തിരിത്തോട്ടം നോക്കുന്നതിന് പകരം ഇവള് സഹോദരന്മാരടിച്ചേൽപ്പിച്ച മുന്തിരിത്തോട്ടം നോക്കിക്കൊണ്ട് നടക്കുന്നതിനാൽ ഇവളിപ്പം ഇവളെ കാണാൻ വയ്യാത്ത സ്റ്റേജിലാക്കി വെച്ചിരിക്കുകയാണ്. വളരെ ദുഃഖമല്ലേ? ഇവള് പറയുന്നതാണല്ലോ, എനിക്ക് ഇരുൾ നിറം പറ്റിയിരിക്കുന്നു, വെയിൽ കൊണ്ട് കറുത്തിരിക്കുന്നു, എന്നെ തുറിച്ച് നോക്കണ്ട. എൻ്റെ അമ്മയുടെ പുത്രന്മാർ എന്നോട് കോപിച്ച് എന്നെ മുന്തിരിത്തോട്ടങ്ങൾക്ക് കാവലാക്കി. വല്ലവരുടെ മുന്തിരിത്തോട്ടം നോക്കുക നമ്മുടെയൊക്കെ ജോലി. നമുക്ക് നമ്മുടെ ഉള്ളതിനെ നോക്കാൻ അറിഞ്ഞുകൂടാ, സമ്മതിക്കാം. നമുക്ക് എപ്പോഴും വല്ലവർക്കും ഉള്ളതിനാണല്ലോ, അവർക്കതുണ്ടല്ലോ, അവരുടെ കൊച്ചി, അവരുടെ മക്കൾ, അവരുടെ സ്ഥലം, അവരുടെ കാർ, ഇതൊക്കെ നമ്മുടെ കണ്ടു നോക്കും. നമ്മുടെ വീട്ടിലൊരു തെങ്ങുണ്ടെങ്കിൽ അങ്ങപ്പുറത്തൊരു തെങ്ങുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് ആ തെങ്ങയെ നോക്കും. കാരണം അതേ നിറച്ചുകൊണ്ട് ഇതിലെന്തുണ്ടാകുന്നില്ല. ഇറ്റ്സ് നാച്ചുറൽ അല്ലേ? നമ്മൾ പറയാം, നമ്മുടെ മക്കളുടെ നന്മ കാണാതെ വല്ലവരുടെ നന്മ പ്രകീർത്തിച്ചിട്ട് ഒരു ഗുണമില്ല. ദൈവത്തിൻ്റെ ആത്മാവിൽ ഇങ്ങനെ തന്നെ അവിടെ പഠിപ്പിക്കുന്നത്, എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം ഞാൻ കാത്തിട്ടില്ല താനും. അതുകൊണ്ട് എൻ്റെ പ്രാണപ്രിയ, നീ ഒന്ന് പറഞ്ഞു തരിക, നീ എവിടെ കാരണം എനിക്ക് ഉപദേശം വേണം, എനിക്ക് ബുദ്ധി വേണം. ഈ സമയത്ത് എൻ്റെ മുന്തിരിത്തോട്ടം നഷ്ടപ്പെട്ടു. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ അടുക്കൽ ഒരാൾ വന്ന്, നല്ല പഠിത്തമുള്ള ഒരു കുട്ടിയാണ്. കുട്ടി പറഞ്ഞു, ഞാൻ ആൻറ്റി എപ്പം നേരേക്ക് ഒന്ന് കാണാൻ. ഞാൻ വരാൻ പറഞ്ഞു. അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നല്ല കഴിവുണ്ട്. ഭർത്താവ് പുറത്ത് പഠിക്കാൻ പോയിരിക്കുകയാണ്. ഷീ ഈസ് ക്രൈയിങ് ഫ്രം ഇൻസൈഡ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതങ്ങനെ അധികം മിണ്ടുന്ന നേച്ചറല്ലേ. പഠിക്കാനൊക്കെ പോകാൻ ചിലർ പഠിത്തമാകും. അതാണ് നമുക്ക് ഈ സ്ത്രീകൾക്ക് പലത് ചിന്തിക്കാം, അവർക്ക് ഒന്നേ ചിന്തിക്കാനൊക്കത്തുള്ളൂ. അപ്പോൾ ആ കൂടെ വിഷമമായി. അങ്ങനെയാണ്, അയ്യോ പോയി, ഇനി വിവാഹ ജീവിതമില്ല, 2 പിള്ളേരും ഉണ്ട്, എങ്ങനെ ജീവിക്കുന്നു. വളരെ വേദനയോട് കരഞ്ഞു, വളരെ ദുഃഖത്തോടെ വേദന. ഞാനെല്ലാം കേട്ട് കഴിഞ്ഞ് വെച്ചാൽ കുറേ ഉപദേശം എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ വേദപുസ്തകം നമുക്കൊന്ന് നോക്കിയപ്പം ഈ വാക്യമാണ് ആ കുട്ടിക്ക് അന്ന് ദൈവം കൊടുപ്പിച്ചത്. 8-ാം അധ്യായം ഉത്തമഗീതത്തിൻ്റെ 12 എൻ്റെ സ്വന്തം മുന്തിരിത്തോട്ടം എൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ശലോമോനെ, നിനക്ക് 1000 ഫലം കാക്കുന്നവർക്ക് 200 ഇരിക്കട്ടെ. ഉദ്യാന നിവാസികളെ സഖിമാർ നിൻ്റെ സ്വരം ശ്രദ്ധിച്ച് കേൾക്കുക, അത് എന്നെയും കേൾപ്പിക്കണമേ. എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിനും കലക്കുട്ടിക്കും തുല്യമായി ഓടിപ്പോരുക. മനോഹരമാണ്. ഇത് ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇതിനകത്തൊരു മർമ്മം. ഞാനിത് വായിച്ചു വെച്ചാൽ ആ കുട്ടിയോട് ഞാൻ പറഞ്ഞു, നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിൻ്റെ ഭർത്താവിന് ദൈവം നിനക്ക് തിരിച്ചു തന്നിരിക്കുന്നു. നിൻ്റെ മുന്തിരിത്തോട്ടം നിൻ്റെ കയ്യിൽ തന്നെ, ധൈര്യമായിട്ടിരിക്കുകയെന്ന് പറഞ്ഞു. ഷീ റിസീവ്ഡ് ഇറ്റ് ഇൻ ഹെർ സ്പിരിറ്റ്. നല്ല ശക്തമായിട്ട് ആത്മാവിൽ അത് ഏറ്റെടുക്കുന്നത് ഞാൻ കണ്ടു. ഒരു കാര്യം പറയുന്നില്ല, ഏറ്റെടുക്കുന്നതിലാണ് വല്ലതും. അത് തന്നെയല്ല, അത് ഏറ്റെടുത്തു.
ആ മകൻ പുറത്ത് പോയി പഠിച്ചേച്ച് നല്ല മിടുക്കനായിട്ട് പോയി പഠിച്ച് തിരിച്ചു വന്ന് ഇന്ന് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അപ്പോൾ ഞാൻ പറയും, ഒരു വാക്യത്തിൻ്റെ മർമ്മം എനിക്കതിൻ്റെ അർത്ഥം അറിയത്തില്ലേലും ദൈവം കണ്ടു കഴിഞ്ഞു അവൾക്ക് അവളുടെ ഭർത്താവിനെ തിരിച്ചു കൊടുക്കുമെന്ന്. അതാണ് കണ്ണുനീരും പ്രയാസവും വേദനയും വരുമ്പം നീ വല്ലവൻ്റെയും തോട്ടത്തിൽ നോക്കിക്കൊണ്ട് നടന്നിട്ട് നിൻ്റെ സമയം വെറുതെ വൃദ്ധാവാക്കി കളയാതെ ദൈവസന്നിധിയിലേക്ക് ഓടി വരാം. ഏത് പ്രയാസമാണ്, ആരാണ് മാറി നിൽക്കുന്നത്, എന്തുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ മുന്തിരിത്തോട്ടം നോക്കാൻ നിനക്ക് സാധിക്കാതെ പോകുന്നതെന്ന് ചോദിച്ചാൽ നീ ദൈവശബ്ദം കേൾക്കുന്നില്ല, പ്രാണപ്രിയനെ അന്വേഷിക്കുന്നില്ല. അവനാണ് നിൻ്റെ ഭർത്താവിനെ നിനക്ക് തന്നെങ്കിൽ അവൻ തിരിച്ചു കൊണ്ടുവരും. അല്ല എൻ്റെ മിടുക്കൊണ്ടാണ് ഈ ഭർത്താവ് നിൽക്കുന്നതെന്ന് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ വെറുതെയാണ്, അത് നടക്കാൻ പോകുന്നില്ല. അത് കുറച്ച് കഴിയുമ്പോൾ എത്രയും സ്നേഹിച്ചോ അത്രയും വാശിയായിട്ട് പിന്നെ മാറും. പിന്നെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത ഗതികേട് വരും. അവൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുകയാണ്, കർത്താവിൻ്റെ എൻ്റെ പ്രിയ, നീ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനുകളിലും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോവുക. ഇത് ഉത്തമഗീതത്തിൻ്റെ അവസാന ഭാരമാണ്. അവസാന ഭാഗത്ത് പറയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിമള പർവ്വതങ്ങളിലെ ചെറുമാനിലും കലക്കുട്ടിക്കും തുല്യനായി ഓടിപ്പോരുന്നവരെ പോലെ എൻ്റെ പ്രിയന് വേണ്ടി ജീവിക്കുന്നവരായി മാറണം. എൻ്റെ പ്രിയന് വേണ്ടി. നമ്മുടെയൊക്കെ അന്തരാത്മാവ് പ്രാണൻ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആഗ്രഹിക്കുമ്പം അതിന് പകരം വേറെയൊക്കെ കയറ്റി വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വെക്കുമ്പം കുറച്ച് കഴിയുമ്പം ദൈവവും ഇല്ല, പ്രാണപ്രിയനെന്ന് വിളിക്കുന്ന ഭർത്താവും ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാരൻ അവരും ഇല്ലാതാവും. നമ്മുടെ ഹൃദയം ഏക മനസ്സോടെ ദൈവത്തിൽ തന്നെ ഇരിക്കണം. ഉത്തമഗീതത്തിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു സത്യം, നമുക്ക് എല്ലാവർക്കും ദൈവം ഒരു തോട്ടം തന്നിട്ടുണ്ട്. എന്തിനു പറയുന്നു? ഉൽപ്പത്തിയിൽ പോലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ഒരു തോട്ടം ഉണ്ടാക്കി, തോട്ടത്തിനകത്ത് വേണ്ട സകല ഫലങ്ങൾ അവർക്ക് ഭക്ഷിക്കേണ്ടത് ഉണ്ടാക്കി വെച്ച് അവിടെ AC പോലത്തെ ടെമ്പറേച്ചർ ഇട്ട്, അന്ന് മഴ പെയ്യുന്നില്ലെന്ന് ഓർക്കണം, എല്ലാ സുഖ സൗകര്യങ്ങളും വേലി കെട്ടിയ തോട്ടത്തിനകത്തുണ്ടായിരുന്നു. ഏദൻ തോട്ടമെന്നാണ് പറയുന്നത്. അതിനകത്താണ് ഒരു മനുഷ്യനെ, ആദത്തിനെ ദൈവം സൃഷ്ടിച്ചത് എങ്കിൽ എൻ്റെ തോട്ടം എവിടെ പോയി? നീ വല്ലവരുടെയും തോട്ടം അന്വേഷിച്ച് മറ്റുള്ളവരുടെ സഹോദരന്മാരുടെ തോട്ടം നീ നോക്കിക്കൊണ്ട് നടന്നാൽ അവസാനം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് നമുക്കിവിടെ ഉപദേശം ആവശ്യമുണ്ട്. ദൈവമേ, എൻ്റെ തോട്ടത്തിൽ, അതായത് എനിക്ക് തന്നിരിക്കുന്ന എൻ്റെ തോട്ടത്തിൽ ഞാൻ ജീവിച്ച് നിൽക്കണം, ഷൈൻ ആകണം, അവിടെ നമ്മൾ പ്രകാശമാകണം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 15 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. സാക്ഷാൽ മുന്തിരിവള്ളിയും ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളി, ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. പ്രാണപ്രിയൻ, അതായത് പ്രാണൻ്റെ പ്രിയൻ. അതുകൊണ്ടാണ് ഈ പ്രാണപ്രിയൻ എന്നുള്ള വേർഡ് എഴുതുന്നത്. പ്രാണൻ്റെ പ്രിയൻ യേശു അല്ലാതെ ആരുമില്ല. ലോകത്തിലെ ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളുടെ എല്ലാം പ്രാണൻ്റെ ഉടമസ്ഥൻ ക്രിസ്തു തന്നെയാണ്. പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന് ദൈവം ജീവനുള്ള പുത്രനെ നമുക്ക് അയച്ച് അവൻ്റെ ജീവൻ പുത്രനിൽ കൂടാണ്. അതാണ് നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ആ പുത്രൻ്റെ ജീവൻ. അതുകൊണ്ടാണല്ലോ ജീവവൃക്ഷം ഏദൻ തോട്ടത്തിൽ വെച്ചിരുന്നത്. എപ്പോൾ വേണേലും നമുക്ക് കഴിക്കാമായിരുന്നു. പക്ഷെ അത് വേണ്ട എന്ന് പറഞ്ഞ് നന്മതിന്മയുടെ ഫലം കഴിക്കാൻ തുടങ്ങിയതോടുകൂടി ദൈവവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ ഈ പ്രാണൻ്റെ ജീവനാണ് നഷ്ടപ്പെട്ടത്. ഈ ജീവനില്ലാതെ നമ്മൾ പുറമേ ഉള്ളൊരു സബ്സ്റ്റിറ്റ്യൂട്ട്. അതുകൊണ്ട് കാരണം ആത്മാവ് മരിക്കുമെന്ന് ഉൽപ്പത്തി പറഞ്ഞു കഴിഞ്ഞിട്ട് പാപം ചെയ്തു കഴിഞ്ഞിട്ടും നമ്മൾ ആദത്തിൻ്റെ അവയുടെയൊക്കെ ആദ്യ കാലങ്ങൾ, ഉൽപ്പത്തി 970 970 വർഷം വരെയൊക്കെ ആളുകൾ ജീവിച്ചു. കാരണം അന്ന് അധികം പാപമില്ലായിരുന്നു. അപ്പം ആത്മാവ് മരിച്ചിട്ടും ജഡം ജീവിക്കുന്നുണ്ടെന്ന് ഓർക്കണം. ഈ ലോകത്തിൽ എത്ര പേര് ആത്മാവിൻ്റെ തീഷ്ണതയിൽ ജീവിക്കുന്നുണ്ട്? വിശ്വാസികളിൽ എത്ര പേര് ആത്മാവിനെ ജീവിപ്പിക്കും? കർത്താവിൻ്റെ ആത്മാവെന്ന് പറയുമ്പം ക്രിസ്തുവിൽ നമ്മൾ പുതുസൃഷ്ടിയായപ്പോൾ ഞാൻ എൻ്റെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാകുന്നത് ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. അവിടെ ഒരു തോട്ടമുണ്ടെന്നാണല്ലോ എഴുതിയിരിക്കുന്നത്. 15 പറയുന്നു, ഞാൻ സാക്ഷാൽ ക്രിസ്തു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരി വള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനും. ആരാണ് നമ്മുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ? പിതാവാം ദൈവം. അതുകൊണ്ട്
ഈ ക്രിസ്തുവിനോട് ചേർന്ന് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ അത് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാന്ന് പറയും. അത് ചേർന്ന് ചെയ്ത് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ഫലം ഉണ്ടാക്കാതിരിക്കാൻ ഒക്കത്തില്ല. ഫലം പുറപ്പെടുവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ മാവ് അല്ലെങ്കിൽ പ്ലാവ് അല്ലെങ്കിൽ തേങ്ങ ഒക്കെ നമ്മൾ നോക്കിയാൽ നല്ല ഫലമാണെങ്കിൽ അതിൻ്റെ സീസൺ അനുസരിച്ച് കറക്റ്റ് ടൈമിൽ ഫലം വന്നുകൊണ്ടേയിരിക്കും. മുന്തിരിയിൽ എത്രയോ വർഷങ്ങൾ 400, 1000 വർഷം പഴക്കമുള്ള മുന്തിരികളുണ്ട്. ഞാൻ ഇംഗ്ലണ്ടിൽ ചെന്നപ്പം 400 ചില്ലുവാനും വർഷം പഴക്കമുള്ള മുന്തിരിയെ കണ്ടായിരുന്നു കെൻസിങ്ടൺ പാലസിൽ. അത് വള്ളി അങ്ങനെ നിൽക്കുന്ന കണ്ടാൽ ഒരു മരം പോലെ അതങ്ങ് നിൽക്കുകയാണ്. അതങ്ങനെ പടന്ന് മൈലുകളോളം പടന്ന് നിൽക്കും. അവർ ആ അറ്റം മാത്രമേ അത് ചെത്തി വെടിപ്പാക്കത്തുള്ളൂ. ആ ചെത്തി വെടിപ്പാക്കി കഴിഞ്ഞാൽ നിറച്ച് മുന്തിരിങ്ങ ഉണ്ടാവും അതിൽ. നമ്മൾ മുന്തിരിയായിട്ട്, ക്രിസ്തുവിൻ്റെ മുന്തിരികളായിട്ട് നമ്മൾ വളരേണ്ടിയവരാണ്. നമ്മൾ നമ്മുടെ തോട്ടത്തിൻ്റെ ഉടമസ്ഥനാകുന്ന ക്രിസ്തുവിൽ കൂടെ മാത്രമാണ്. എൻ്റെ തോട്ടം എന്നെ ഏൽപ്പിച്ചു എന്ന് ദൈവം പറയണമെങ്കിൽ നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടാകണം. നമ്മൾ ഏച്ചു വെച്ചിട്ട് കാര്യമില്ല. അവിടെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. നമ്മളെ ശുദ്ധീകരിക്കുന്നത് ദിനംപ്രതി എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. വസിക്കുന്നത് അബൈഡിങ് എന്ന് പറയും. ദൈവത്തിൽ നമ്മൾ വസിക്കണം, അവൻ നമ്മളിൽ വസിക്കണം, നമ്മൾ അവനിൽ വസിക്കണം. അത് ഉത്തമഗീത അത് തന്നെയാണ്. ഗ്രാഫ്റ്റ് ദൈവത്തോട് ചേരുകയാണ്. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരി വള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. എൻ്റെ തോട്ടത്തിൽ എന്തെങ്കിലും ഫലം ഉണ്ടാണെങ്കിൽ എനിക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഫലം അനുഭവിക്കാൻ പറ്റിയതും പ്രയോജനമുള്ളതാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വേണം. ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ, ഇതിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവ് പറഞ്ഞു തരേണ്ടത്? ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളും. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. യു കനോട്ട് ഡു എനിത്തിങ് വിത്തൗട്ട് മീ. എനിത്തിങ് മീൻസ്, അതായത് ഈ നിലനിൽക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. യു മേ ഡു മെനി തിങ്സ് ബട്ട് യു കനോട്ട് ഡു എനിത്തിങ് വിച്ച് ഈസ് വർത്തി ഓഫ് ഡൂയിങ്. നിലനിൽക്കുന്ന ഒന്നുപോലും എന്നിൽ കൂടാതെ. അപ്പം ഈ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നമ്മൾ അനുഭവിക്കുന്നവർ പറഞ്ഞു കൊടുത്തോണ്ടേ ഇരിക്കാമെങ്കിൽ, ഞാൻ എത്രയോ വചനം പറയുന്ന വ്യക്തിയാണ്. പക്ഷെ ചിലപ്പോൾ ഐ ഓൾസോ ഫീൽ ടെറിബിൾ. ചിലപ്പോൾ അമേരിക്കും. അന്നേരം ഞാൻ വേറൊരാളുടെ വചനം കേൾക്കും. വചനം കേൾക്കുമ്പം എനിക്ക് ദൈവം, അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടത്തിൽ ഞാൻ ഷെയർ ചെയ്യും. എനിക്ക് ഐ ഡോണ്ട് ഫീൽ ഗുഡ് ടുഡേ. അതുകൊണ്ട് നമുക്ക് ചേർന്ന കുറേ കൂട്ടർ കാണും. കാരണം ദൈവം നമുക്ക് അതിനെ പറ്റിയ ആളുകളെ കാണും. അന്നേരം നമ്മൾ അവരോട് ഷെയർ ചെയ്യും. അവരൊറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി, അന്നേരത്തേക്ക് ആത്മാവ് തീ പോലെ ഇറങ്ങി വരും. നമുക്ക് ചുറ്റും തീമതിൽ കെട്ടി വെച്ചിരിക്കുക. ഇനി ഈ തോട്ടത്തിന് വേലിയുണ്ട്. എൻ്റെ തോട്ടം എന്നെ ഏൽപ്പിച്ചെന്നാണ് പറഞ്ഞത്. നേരത്തെ വല്ലവരുടെയും തോട്ടം നോക്കി നടന്ന് ശരീരവും കളഞ്ഞ് ആരോഗ്യവും കളഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവം പറയുക, നിനക്കുള്ള തോട്ടത്തിനകത്ത് വല്ല മുന്തിരി ഉണ്ടോ മോളെ? ഞാൻ അവിടെ വരുമ്പോൾ ഫലം കഴിക്കാൻ വല്ലതും കിട്ടുമോ? ആ ദൈവത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അവൻ്റെ ശബ്ദം കേട്ടിട്ട് അവൻ്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ നമ്മളെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ദൈവം താനാകുന്ന മുന്തിരിയിലേക്ക് കെട്ടിവെച്ച് വളർത്തിയെടുത്തിട്ട് അധികം ഫലമുണ്ടാക്കാൻ അപ്പച്ചനതിനെ ചെത്തി വെടിപ്പാക്കുന്നതിന് നന്ദി പറയാം. നമുക്ക് സ്തോത്രം ചെയ്യാം. അതാ മുന്തിരി വള്ളിയും എത്രയോ ക്ലിയറായിട്ട് നീ ദൈവവും ഞങ്ങളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഞങ്ങളുടെ ജീവൻ്റെ ഉറവിടം നിന്നിൽ നിന്ന് മാത്രമാണെന്ന് പറയാൻ എത്ര പേർക്ക് സാധിക്കും? പക്ഷെ പലപ്പോഴും ഞങ്ങൾ അറിയാതെ അവിടെ എവിടെയൊക്കെ ഓടി നടക്കുന്നുണ്ട്. പക്ഷേ തിരുക്കരുണ കൊണ്ട്, കൃപ കൊണ്ട് ഞങ്ങളെ വീണ്ടും വീണ്ടും തിരിച്ച് വിളിപ്പിച്ച് നിന്നോട് ചേർത്ത് നിർത്തുന്ന വലിയ സ്നേഹത്തിന് നന്ദിയോടെ സ്തോത്രം. പലരുടെയും നാമ്പുകൾ ഈ വെട്ടത്തിൽ നിന്നിങ്ങനെ വേണ്ടാത്ത വഴിയിലേക്ക് പോകുമ്പോൾ അപ്പച്ചൻ അതിനെ തിരിച്ചു പിടിച്ച് വീണ്ടും ജീവപ്രകാശത്തിലേക്ക് തന്നെ കൊണ്ടുവരുന്നതിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ കർത്താവേ. എന്നെ ഏൽപ്പിച്ച മുന്തിരി തോട്ടത്തിനകത്ത്, അല്ലെ എന്നെ ഏൽപ്പിച്ച എൻ്റെ ദൈവം തന്ന തോട്ടത്തിനകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണം. വല്ലവരുടെയും തോട്ടത്തിൽ ഞാൻ പോയി കിടന്ന് കഷ്ടപ്പെടാൻ എന്നെ ഇനി വിടരുത് കർത്താവേ. ആവശ്യമില്ലാത്തടത്ത് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. വേണ്ടാത്തടത്ത് നോ പറയാനുള്ള കൃപ തരണം അപ്പച്ച. എന്നാൽ വേണ്ടിയിടത്ത് എത്ര പ്രയാസമാണേലും അവിടെ ചെന്നിട്ട് അത് ചെയ്തെടുക്കാനുള്ള കൃപയും തരണം. അതാ ഞങ്ങളുടെ വി ലിവ് ആൻഡ് മൂവ് ആൻഡ് ഹാവ് അവർ ബീയിങ് ഇൻ യു. അപ്പസ്തല പ്രവൃത്തി പറയുന്നത് പോലെ ഞാൻ നിന്നിൽ തന്നെ ജീവിക്കുകയും
മരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. പൗലോസിന് അങ്ങനെ പറയാൻ സാധിച്ചുവെങ്കിൽ ഞങ്ങൾക്കും അതൊക്കും കർത്താവേ. കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്യുമെന്ന്. നിന്നിൽ വസിച്ചാൽ അത് ചെയ്യാൻ നോക്കും. കർത്താവ്, നീ അങ്ങനെ അത് ചെയ്യുന്നതിനാൽ സ്തോത്രം. തോട്ടം തിരിച്ചു തന്നതിന് നന്ദി. അടുത്ത പ്രാവശ്യം അപ്പച്ചൻ കടന്നു വരുമ്പോൾ നിറച്ചു ഫലമുണ്ടാക്കി നിൽക്കുന്നത് അപ്പച്ചൻ്റെ കയ്യിൽ അത് ഏൽപ്പിക്കാനും അനുവദിക്കണമേ. പ്രാർത്ഥന കേട്ട് തലമുറയായിട്ട് അപ്പച്ചൻ ഉടമസ്ഥനായിട്ട് ഇറങ്ങി വന്നിരിക്കുന്നതിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.